നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിങ്ങളാണ് തെറ്റ്, നിങ്ങളാണ് തിരുത്തേണ്ടത്. ഇത് അന്തം കമ്മികളെ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് ടാസ്ക്. ഇപ്പോഴും ഞങ്ങളാണ് ശരിയെന്ന ഇവരുടെ ധാർഷ്ട്യം ഏത് കാലത്ത് തീരുമോ? തെറ്റ് തിരുത്തിയാൽ ടി.കെ. ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പാർട്ടിയിലേക്ക് മടങ്ങി വരാമെന്ന വലിയ ഔദാര്യവുമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജൻ രംഗത്ത്. ആദ്യം നീയൊക്കെ പോയി തെറ്റ് തിരുത്തു എന്ന് ഒന്നാം തരം മറുപടി. എം.വി. ജയരാജന് പൂരത്തെറിവിളിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതാണോ അന്തങ്ങളെ ടി.കെ. ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ചെയ്ത തെറ്റ്? പുഴുക്കുത്തുകളെ ചവിട്ടി പുറത്താക്കണമെന്ന് അവർ പറഞ്ഞതാണോ തെറ്റ്? തെറ്റ് ചൂണ്ടിക്കാണിച്ചവരെ പാർട്ടി നിരന്തരം അധിക്ഷേപിച്ചു, അപമാനിച്ചു. പാർട്ടിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ പുറത്തിറങ്ങി സത്യം വിളിച്ചു പറഞ്ഞു. അതാണോ അവർ ചെയ്ത തെറ്റ്? എന്നിട്ടും വന്നിരുന്ന് തെറ്റ് തിരുത്തിയാൽ അവർക്ക് പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്ന് ഡയലോഗ് അടിക്കണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടി പോരാ. തെറ്റ് തിരുത്തിയാൽ ടി.കെ. ഗോവിന്ദനും വി. കുഞ്ഞികൃഷ്ണനും പാർട്ടിയിൽ വരുന്നതിൽ തടസ്സമില്ല എന്നാണ് എം.വി. ജയരാജൻ പറഞ്ഞത്. പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തുപോയ എം.വി. രാഘവനെ വരെ അവസാന കാലത്ത് സ്വീകരിച്ചിട്ടുണ്ട്. നയപരമായ തെറ്റ് പറ്റിയെന്ന് കരുതി കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകില്ല എന്നും കണ്ണൂർ വിഷന് നൽകിയ അഭിമുഖത്തിലായിരുന്നു എം.വി. ജയരാജൻ ഡയലോഗ് അടിച്ചത്. വർഗവഞ്ചകൻ എന്ന് പറഞ്ഞത് പാർട്ടി ഭരണഘടനയിലുള്ള കാര്യമാണ്. അവർ നിലപാട് തിരുത്തിയാൽ വേണ്ടെന്ന് പറയില്ല എന്നും എം.വി. ജയരാജൻ പറഞ്ഞു. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും തോൽവിക്ക് ഒരു കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മയാണ്. പയ്യന്നൂരും തളിപ്പറമ്പും ഒരുപോലെ കാണാൻ കഴിയില്ല. പയ്യന്നൂരിൽ മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ജയിക്കാമായിരുന്നുവെന്നും എം.വി. ജയരാജൻ പറഞ്ഞു. പയ്യന്നൂർ എപ്പോഴും ജയിക്കാവുന്ന മണ്ഡലമാണ്. തളിപ്പറമ്പ് ഇപ്പോൾ അങ്ങനെയല്ല. SIR-ന് ശേഷം തളിപ്പറമ്പിൽ UDF മേൽക്കൈയുണ്ടെന്നും എം.വി. ജയരാജൻ പറഞ്ഞു. അതേസമയം ടി.കെ. ഗോവിന്ദനെ വീട്ടിൽ സ്വീകരിച്ച വിനോദിനിയെ എം.വി. ജയരാജൻ വിമർശിച്ചു. ഒരാൾ വീട്ടിൽ വന്നാൽ പുറത്താക്കാൻ കഴിയില്ല, എന്നാൽ സ്വീകരിച്ച് ആനയിച്ചത് ശരിയായില്ല എന്നായിരുന്നു വിമർശനം. അങ്ങനെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയെയും ഇടയ്ക്കൊന്ന് കുത്താൻ എം.വി. ജയരാജൻ മറന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള കുത്തുകൾ വരും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ വിനോദിനി ഇവർക്കുള്ള മറുപടി മുൻപ് തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലേക്ക് വരുന്നവരെ ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും, അതെൻ്റെ മര്യാദയാണ്. കോടിയേരി ബാലകൃഷ്ണനുമായി അടുപ്പമുള്ളവരാണ് അവരൊക്കെ, ഗോവിന്ദേട്ടനും കുഞ്ഞികൃഷ്ണേട്ടനും ഒക്കെ. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിൽ വരാം എന്ന് കൃത്യമായ മറുപടി കുത്താൻ ഇരിക്കുന്ന CPM-കാർക്കെല്ലാം നേരത്തെ തന്നെ വിനോദിനി കൊടുത്തിട്ടുണ്ട്. എന്തായാലും വലിയ ഔദാര്യവും കൊണ്ടുവന്ന ജയരാജന് അതേ നാണയത്തിൽ കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ മറുപടി കൊടുത്തിട്ടുണ്ട്. താൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന് ജയരാജൻ പറയട്ടെ, എങ്കിലേ മറുപടി പറയാനാകൂ എന്നാണ് കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത്. താൻ പറഞ്ഞത് പാർട്ടി തിരിച്ചറിഞ്ഞല്ലോ, അതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടയിൽ എം.വി. ഗോവിന്ദൻ ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. വർഗവഞ്ചകർ എന്നും വർഗവഞ്ചകൻ തന്നെയാണ് എന്നാണ് എം.വി. ജയരാജന്റെ നിലപാടിനെ തിരുത്തിക്കൊണ്ട് എം.വി. ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഗോവിന്ദന്റെ ഒക്കെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ പാർട്ടിയെ അങ്ങ് അടപടലം അനുസരിക്കുന്ന ഒരാളെ പോലെയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന്, നിലപാടിൽ നിന്ന് അണുവിട വ്യതിചലിക്കാത്ത ഒരാളാണ് ഈ പറയുന്ന കുഞ്ഞികൃഷ്ണനെയും ഗോവിന്ദനെയും ഒക്കെ ഉപദേശിക്കാൻ ചെന്നിരിക്കുന്നത് എന്ന മട്ടിലാണ് ഗോവിന്ദന്റെ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ. കുടുംബത്തിനും സ്വന്തം പോക്കറ്റിലേക്ക് കാശ് വീഴുന്നതിന് വേണ്ടി CPM-ന്റെ നിലപാടുകളും നയങ്ങളുമെല്ലാം എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി അടിയറവ് വെക്കുന്ന ആളാണ് എം.വി. ഗോവിന്ദൻ. പാർട്ടി സെക്രട്ടറി കസേരയിൽ ഇതുപോലെ ഒരു ലോക തോൽവി ഇതേവരെ മുൻപ് വന്നിരുന്നിട്ടുണ്ടായിരിക്കില്ല. അത്രത്തോളം ലോക പൊട്ടൻ എന്ന് വേണം എം.വി. ഗോവിന്ദനെ കുറിച്ച് പറയാനെന്നാണ് പാർട്ടിക്കാർ പോലും പറയുന്നത്. ഇയാളെ പാർട്ടി സെക്രട്ടറി കസേരയിൽ നിന്ന് അടിച്ചു പുറത്താക്കണമെന്ന് പാർട്ടിക്കാർ തന്നെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് എം.വി. ഗോവിന്ദൻ ഇപ്പോൾ വന്ന് കുഞ്ഞികൃഷ്ണനെയും ടി.കെ. ഗോവിന്ദനെയും ഒക്കെ വർഗവഞ്ചകൻ എന്ന് വിളിച്ചിരിക്കുന്നത്. സത്യത്തിൽ വർഗവഞ്ചകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം.വി. ഗോവിന്ദനെ പോലെയുള്ള ഒരു കൂട്ടം നേതാക്കളാണ് എന്ന് പച്ചയ്ക്ക് പറയും. കാരണം ഈ പാർട്ടിയെ വിറ്റ് തിന്ന് കഴുക്കോലൂരി അതിനെ പാതാള കുഴിയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ പോലെയുള്ള ഒരു കൂട്ടം മെനകെട്ട നേതാക്കന്മാർ തന്നെയാണ്. നിങ്ങൾ ഇറങ്ങിപ്പോയാൽ തന്നെ പാർട്ടിക്ക് പകുതി ആശ്വാസം കിട്ടും. എന്നിട്ടാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ വന്നിരുന്ന എം.വി. ഗോവിന്ദൻ ഉപദേശിക്കാൻ നോക്കുന്നത്. പോയി വല്ല പണി നോക്കൂ എന്നാണ് ഇപ്പോൾ ഗോവിന്ദന് കൂടെയുള്ളവർ പോലും മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തോറ്റുവെന്നും ജനങ്ങൾ നമ്മളെ തോട്ടിലെറിഞ്ഞെന്നും തിരുത്തി തിരികെ വരണമെന്നും പ്രവർത്തകർ അലമുറയിടുമ്പോൾ ഞങ്ങൾ അങ്ങ് കൊമ്പത്താണെന്നാണ് നേതാക്കന്മാരുടെ അഹങ്കാരം. കുഞ്ഞികൃഷ്ണനെയും ഗോവിന്ദനെയും മര്യാദ പഠിപ്പിക്കാൻ ചെന്ന എം.വി. ജയരാജന് ഇപ്പോൾ പാർട്ടിക്കാർ തെറിവിളിയോട് തെറിവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയുടെ താഴെ വരുന്ന ചില കമന്റുകളുണ്ട്. ആ കമന്റ് സെക്ഷൻ നമ്മളൊന്ന് നോക്കണം. കാരണം പാർട്ടിക്കാർ തന്നെ ഇവർക്ക് നല്ല ഒന്നാം തരം മറുപടി കൊടുക്കുന്നത് അവിടെ നമുക്ക് കാണാം.
അവർ നേരിന്റെ വഴിക്കാണ്. നിങ്ങൾ നിങ്ങളുടെ തെറ്റ് തിരുത്തി അവരുടെ കൂടെ കൂടുന്നതാണ് നല്ലത് എന്നായിരുന്നു ജയരാജനുള്ള ഒരു മറുപടി. അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. ആർക്കാണ് തെറ്റ് പറ്റിയത് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അവർ തിരുത്തി, അവർ രക്ഷപ്പെട്ടു. അതിൽ അസൂയ തോന്നിയിട്ട് കാര്യമില്ല ശുംബേട്ട. ഇനി നിങ്ങൾ തിരുത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ 35-ൽ നിന്നും 15-ലേക്ക് എത്തുന്ന കാലം വിദൂരമല്ല. ആരാ തിരുത്തേണ്ടത്, അവരോ അതോ നിങ്ങളോ? എന്തിന്? അവർ ഇപ്പോൾ MLA ആണ്. നിങ്ങളുടെ കൂടെ നിന്നാൽ ഭാര്യയ്ക്കും ബന്ധുവിനുമൊക്കെ അല്ലേ സീറ്റ് കൊടുക്കത്തുള്ളൂ. ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത്? രക്തസാക്ഷി ഫണ്ട് കട്ടു എന്ന് പറഞ്ഞ് പാർട്ടി വിട്ടു. അപ്പോൾ കട്ടു എന്ന് പറഞ്ഞതാണോ തെറ്റ്, അതോ ഫണ്ട് കട്ടതാണോ തെറ്റ്? അധികാരമോഹികളായ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും താങ്ങുന്ന താങ്കളെ പോലെയുള്ള കപട കമ്മ്യൂണിസ്റ്റുകാരെയാണ് ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടത്. എന്നിട്ട് വേണം പുതിയൊരു കമ്മ്യൂണിസത്തിലേക്ക് സഖാവ് TK ഗോവിന്ദൻ മാഷ് പോലെയും കുഞ്ഞികൃഷ്ണേട്ടനെ പോലെയുമുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തിരികെ വരേണ്ടതും. ജയരാജ, നിങ്ങളെയൊക്കെ ജനം വെറുത്തു കഴിഞ്ഞു, മൂലയിലേക്ക് തൂത്തെറിഞ്ഞു കഴിഞ്ഞു. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളല്ലേ? നിങ്ങളാണ് ആദ്യം തിരുത്തേണ്ടത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. തെറ്റുകൾക്ക് നേരെ വിരൽ ചൂണ്ടിയവരെ അടിച്ചമർത്തുകയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതല്ലേ നിങ്ങളുടെ ഗുണ്ടായിസ നയങ്ങൾ? നിങ്ങളെ പോലെയുള്ള നേതാക്കളുള്ള കാലം മുതൽ ഈ പ്രസ്ഥാനം രക്ഷപ്പെടുകയില്ല. എഴുതി വെച്ചോളൂ. ബംഗാളും ത്രിപുരയും അതിലും വലിയ വിഷമഘട്ടത്തിലായിരിക്കും ഇനി കടന്നു പോകാൻ പോകുന്നത്. ആരാണ് തിരുത്തേണ്ടത്? സ്വന്തം പാർട്ടിയുടെയും പാർട്ടിക്കാരുടെയും കൊള്ളരുതായ്മകൾ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിച്ച അവരാണോ തിരുത്തേണ്ടത്? അവരെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടവരാണ്. ജനം നിങ്ങളെ തിരുത്തിയതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അണികൾ നേതൃത്വത്തെ തിരുത്തട്ടെ, മറിച്ചല്ല. എന്നാൽ സഖാവിന്റെ അഭിപ്രായം നേതാക്കൾ ഞങ്ങൾ അണികളെ തിരുത്താൻ നിൽക്കണ്ട എന്ന്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പോകാൻ കഴിയൂ എന്ന്, തിരുത്താൻ ഞങ്ങൾക്ക് സൗകര്യമില്ലെന്ന്. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവർ ഇപ്പോൾ MLA-മാരാണ്. അതുകൊണ്ട് തെറ്റ് തിരുത്തേണ്ടത് പാർട്ടിയല്ലേ? ഇവരെ വെച്ച് കളിക്കാൻ നോക്കണ്ട. അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ, യഥാർത്ഥ സഖാക്കൾ. നല്ല തമാശ. അവരെന്താണ് തിരുത്തേണ്ടത് അതുകൂടി പറയൂ ജയരാജ. അവർ ചെയ്തത് തെറ്റായിരുന്നുവെങ്കിൽ ഈ ജനങ്ങൾ മുഴുവൻ അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിൽ എത്തിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അവരാണ് ശരി, നിങ്ങളാണ് തെറ്റ്. നിങ്ങളെയാണ് തിരുത്തേണ്ടത്, നിങ്ങളാണ് മറുപടി പറയേണ്ടത്, നിങ്ങളെയാണ് ജനങ്ങൾ തൂത്തെറിഞ്ഞത്. അതുകൊണ്ട് തിരുത്തി തിരികെ വരാൻ ശ്രമിക്കുക. അല്ല, അഹങ്കാരം കൊണ്ട് കൈ കഴുകാനാണെങ്കിൽ അതങ്ങ് അട്ടത്ത് വെച്ചോളാൻ ജനങ്ങൾ പറയും. ഇങ്ങനെ പോകുന്നു ജയരാജനുള്ള മറുപടികൾ. ഇവർ ഇപ്പോഴും തിരുത്താൻ തയ്യാറായിട്ടില്ല. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഒക്കെയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ, യഥാർത്ഥ സഖാക്കൾ, യഥാർത്ഥ CPM എന്ന് ഇപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് പിന്നാലെ പോകാൻ നല്ല ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകൾ അവർക്ക് പിന്നാലെ പോകുന്നുമുണ്ട്. ഇപ്പോൾ CPM-ൽ ഒരു 2 വിഭാഗമായി തിരിഞ്ഞിരിക്കുകയാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളും കള്ള കമ്മ്യൂണിസ്റ്റുകളും എന്ന്. TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഒക്കെ നയിക്കുന്നതാണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് ഒരു കൂട്ടം ജനങ്ങൾ പറയുമ്പോൾ അത് CPM-ന്റെ MV ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും ഒക്കെ തോൽവിയാണ്. കാരണം നിങ്ങൾ പടുകുഴിയിലാണെന്ന് ഓർക്കുക. എന്തായിരുന്നു ഈ പറയുന്നത് പോലെ കുഞ്ഞികൃഷ്ണൻ ചെയ്ത തെറ്റ്? അദ്ദേഹം പാർട്ടിയിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ചതാണോ? പല ആവർത്തി പാർട്ടിക്കുള്ളിൽ പറഞ്ഞിട്ടും ഒരു നടപടിയും ഇല്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം അത് പുറത്തു പറയാൻ തയ്യാറായത്. എപ്പോഴാണ് അദ്ദേഹം പുറത്തു പറയുന്നത്? തട്ടിപ്പിന് കൂട്ടുനിന്ന CPM-കാരെ വീണ്ടും പാർട്ടി പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ട് മനം മടുത്തിട്ടാണ് ആ മനുഷ്യൻ പുറത്തേക്കിറങ്ങി വന്ന് പാർട്ടിയിലെ വിഴുപ്പ് വലിച്ചു പുറത്തിട്ടത്. പയ്യന്നൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് എപ്പോഴായിരുന്നു? പയ്യന്നൂരിൽ TK മധുസൂദനനെ സ്ഥാനാർത്ഥിയാക്കി വീണ്ടും CPM മത്സരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നില്ലേ അദ്ദേഹം ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്? പാർട്ടിയിൽ ഉന്നയിച്ച വിഷയങ്ങളിൽ പോരാട്ടം തുടരാൻ മത്സരിക്കേണ്ടത് അനിവാര്യതയാണ്. പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ മത്സരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഇടതുപക്ഷത്തിനെതിരെയല്ല തൻ്റെ സ്ഥാനാർത്ഥിത്വം, സ്വതന്ത്രനായി മത്സരിക്കും. പയ്യന്നൂരിൽ LDF സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷക്കാരനായി കാണുന്നില്ല എന്നും കുഞ്ഞികൃഷ്ണൻ തുറന്നടിച്ചു. അതായത് പാർട്ടിയുടെ ഫണ്ട് തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട ആളെ വീണ്ടും പാർട്ടി അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിനുള്ള എതിർപ്പായിരുന്നു കുഞ്ഞികൃഷ്ണൻ തുറന്നു പറഞ്ഞത്. ഇടതുപക്ഷ മനസ്സുള്ള ഒരാൾക്ക് എങ്ങനെ രക്തസാക്ഷി ഫണ്ട് അഴിമതി കാണിക്കാൻ സാധിക്കും എന്നാണ് കുഞ്ഞികൃഷ്ണൻ ചോദിച്ചത്. മാഫിയ സംഘങ്ങളുടെ കയ്യിൽ നിന്ന് CPM-നെ രക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടിയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ അന്ന് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ UDF-മായോ കോൺഗ്രസുമായോ അദ്ദേഹം അങ്ങോട്ട് പോയി കണ്ടിട്ടില്ല. എനിക്ക് പിന്തുണ പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരായിരുന്നു അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്.
എന്നാൽ അദ്ദേഹം അവിടെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പാർട്ടിയിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് ഞാൻ മത്സരിക്കുന്നതെന്ന്. എൻ്റെ പ്രസ്ഥാനത്തിനകത്ത് ഞാൻ ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന തട്ടിപ്പുകാരെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒരക്ഷരം പ്രതികരിക്കാൻ നേതാക്കൾ തയ്യാറായിട്ടില്ല, നടപടിയെടുക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു, എല്ലാം വിളിച്ചു പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാനോ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാനോ പാർട്ടി തയ്യാറായിരുന്നുവെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ഇന്നും പാർട്ടിക്കുള്ളിൽ കാണുമായിരുന്നു. എന്നാൽ പാർട്ടി അപ്പോഴും ഒരു കൂട്ടം ക്രിമിനലുകളെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. അതിനെതിരെയാണ് അദ്ദേഹം ശബ്ദം ഉയർത്തിയത്. അതിലെന്താണ് തെറ്റ്? ഇവിടെ ഈ പ്രസ്ഥാനം നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ്, അദ്ദേഹം കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചത്. അപ്പോൾ അങ്ങ് CPM-കാർക്ക് പൊള്ളി. ഉടനെ കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഒക്കെ വർഗവഞ്ചകരായി. ഈ പാർട്ടിക്കകത്ത് കയറിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അക്ഷരാർത്ഥത്തിൽ വർഗവഞ്ചകർ. നിങ്ങളാണ് ആ പ്രസ്ഥാനത്തെ തൊലപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ ചവിട്ടി പുറത്താക്കാൻ ഇനിയെങ്കിലും മറ്റു നേതാക്കളും പ്രവർത്തകരും തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഈ പാർട്ടി മുച്ചൂട് മുടിഞ്ഞ് നാറാണക്കല്ലെടുത്തു പോകും. TK ഗോവിന്ദന്റെ കാര്യത്തിലും അതുതന്നെയായിരുന്നു സംഭവിച്ചത്. TK ഗോവിന്ദൻ പറഞ്ഞത് എന്താണ്? തളിപ്പറമ്പിൽ PK ശ്യാമളയെ മത്സരിപ്പിക്കരുത്, അവർ ജയിക്കില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കാരണം ജനങ്ങളുമായി ഒരു രീതിയിലും ഇടപഴകാത്ത PK ശ്യാമളയെ അവിടെ കൊണ്ട് നിർത്തുന്നത് ആത്മഹത്യാപരമാണ്. CPM പുഷ്പം പോലെ ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ PK ശ്യാമളയെ പോലെ ഒരു നേതാവിനെ കൊണ്ട് നിർത്തരുത്, അവർക്ക് ജനകീയത ഇല്ല എന്നാണ് തുറന്നടിച്ചത്. ഇത് മാത്രമല്ല, PK ശ്യാമളയ്ക്ക് സീറ്റ് ഒപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പാർട്ടിയിൽ വലിയ കളികളായിരുന്നു MV ഗോവിന്ദൻ നടത്തിയത്. അതിനെതിരെയൊക്കെയാണ് TK ഗോവിന്ദൻ ശബ്ദം ഉയർത്തിയത്. അപ്പോൾ TK ഗോവിന്ദനും വർഗവഞ്ചകൻ. അതുകൊണ്ട് എന്താണ്, CPM-ൽ നിന്ന് പുറത്തുപോയ 3 പേരും പുഷ്പം പോലെയാണ് ജയിച്ചത്. TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും G സുധാകരനും. ഇവരാണിപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെന്ന് ജനം പറയുമ്പോൾ അത് പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ഒക്കെ ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ് ജനങ്ങൾ കൊടുക്കുന്നത് എന്ന് ഓർക്കുക. ഇനിയും തിരികെ വരാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് തന്നെയായിരിക്കും കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.